Geotechnical Engineering രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടത് സോയിലിന്റെ ഡെഫിനിഷനാണ്. എന്താണ് സോയിൽ, എങ്ങനെയാണ് സോയിൽ ഉണ്ടാകുന്നത്, സോയിൽ ഉണ്ടാകുന്ന പ്രോസസ്സ് ഏതൊക്കെയാണ്, ആ പ്രോസസ്സ് അനുസരിച്ച് സോയിലിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോയിൽ മെക്കാനിക്സ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, സിവിൽ എഞ്ചിനീയർ എന്ന നിലയിൽ സോയിൽ മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്, ഇതിങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവും നമ്മൾ സോയിൽ മെക്കാനിക്സിന്റെ അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ മൊത്തത്തിലൊരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് നമ്മൾ പതുക്കെ സബ്ജക്റ്റിലോട്ട് കിടക്കാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മേജറായിട്ട് കാണാൻ പോകുന്നത് സോയിലിന്റെ അല്ലെങ്കിൽ സോയിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഡെഫിനിഷനുകളെ കുറിച്ചാണ്. കുറച്ച് വാക്കുകളുണ്ട്, ആ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, ആ ഡെഫിനിഷന്റെ ഇക്വേഷൻസ് ഉണ്ട്, അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. സോ ഫസ്റ്റ് 3 phase സിസ്റ്റം ഓഫ് സോയിൽ. സോ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നത് മുതൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അവസാനിക്കുന്നവരെ സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാക്കാണ് സോയിൽ സാമ്പിൾ. വാട്ട് സോയിൽ സാമ്പിൾ? നമ്മൾ നാച്ചുറൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എടുക്കുന്ന ഒരു സോയിലിന്റെ മാസ്, അതിനാണ് സോയിൽ സാമ്പിൾ എന്ന് പറയാം. ഇത് നമുക്കറിയാം, ഒരു ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതൊക്കെ ഞാൻ സോയിലിന്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക. സോയിലിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. സോയിൽ ഈസ് ആൻ അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽ composed of different particles which are originated due to disintegration of rocks. ഇതിൽ ആദ്യത്തെ കാര്യം, സോയിൽ ഈസ് അൺകൺസോളിഡേറ്റഡ് ലൂസ് മെറ്റീരിയൽ. സോയിൽ ഒരു ലൂസ് മെറ്റീരിയൽ ആണ്. അതിൽ ഓരോ പാർട്ടിക്കിൾസും ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന് ഓരോ ഷേപ്പ് ആയിരിക്കും, ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. ഇത് ഞാൻ ഈ സോയിൽ സാമ്പിളിനെ ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് കാണുന്ന ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ബ്രൗൺ സ്പോട്ട്സ് അതാണ് സോയിലിലെ പാർട്ടിക്കിൾസ്, സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറയും. സോയിലിലെ സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഈ ബ്രൗൺ സ്പോട്ട്സ്. ബാക്കി ഈ ബ്രൗൺ സ്പോട്ട്സ് അല്ലാത്ത മുഴുവൻ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോയിൽ എന്തുകൊണ്ടാണ് ഈ സോളിഡ് പാർട്ടിക്കിൾസ് അല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞു, സോയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ പാർട്ടിക്കിൾസിനും ഓരോ ഷേപ്പാണ്. ഇറഗുലർ ഷേപ്പ് ഉള്ളത് കൊണ്ട് അതിനെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് സ്പേസസ് ഉണ്ടാവും, ചെറിയ സ്പേസസ് ഉണ്ടാവും. ആ ചെറിയ സ്പേസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർസ് അല്ലെങ്കിൽ വോയിഡ്സ്. So pores or voids are the empty spaces in between the solid grains. So voids ഉണ്ട്. ഇനി നമ്മൾ ഈ വോയിഡ്സിന് എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ ബ്ലൂ കളറിൽ കണ്ടോ? ആ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത് വോയിഡ്സിലുള്ള വാട്ടർ ആണ്. ഇവിടെ വൈറ്റ് കളറിൽ കാണുന്നത് എയർ ആണ്. നമ്മൾ സാധാരണ മാറ്ററിനെ 3 സ്റ്റേറ്റ്സിൽ പറയാറുണ്ട് അല്ലെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് എയർ. അതുപോലെ ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സോയിൽ സാമ്പിൾ എന്തൊക്കെയുണ്ട്? സോളിഡ് ഗ്രേൻസ് ഉണ്ട്, വോയിഡ്സിൽ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. സോ സോളിഡ്, വാട്ടർ ആൻഡ് എയർ. So solid, water, air constitute 3 phases of a soil sample. So we call soil sample as a 3-phase system. So 3-phase system എന്ന് പറഞ്ഞാൽ അതിൽ സോളിഡ്സ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. അതുകൊണ്ടാണ് സോയിൽ എന്ന് പറയാ 3-phase system എന്ന് വിളിക്കുക. ഇനി ഈ 3-phase system നോക്കി കഴിഞ്ഞാൽ ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോളിഡ്സ് ഉണ്ട്, സോളിഡ്സിന്റെ ചുറ്റും വെള്ളമുണ്ട്, എയർ ഉണ്ട്. ഇതെല്ലാം കൂടി ഇന്റർമിക്സ് ആയിട്ടായിരിക്കും കിടക്കുക. നമ്മളൊരു അനാലിസിസിന് വേണ്ടി സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര വാട്ടർ ഉണ്ട്, എത്ര എയർ ഉണ്ട് എന്നൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. ഇതിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യും. ആ ഡയഗ്രത്തിന്റെ പേരാണ് 3-phase ഡയഗ്രം. 3-phase ഡയഗ്രം എന്ന് വെച്ചാൽ സോയിലിലെ സോളിഡ്സിന് ഒരു ലെയർ, വാട്ടറിന് ഒരു ലെയർ, എയറിന് ഒരു ലെയർ, ഇങ്ങനെ 3 ഫേസസിനെ 3 ലെയറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തിനാണ് നമ്മൾ എന്ത് പറയാം? 3-phase ഡയഗ്രം എന്ന് പറയാം. ഇതെന്തിനാ ഉപയോഗിക്കാം? സോയിൽ സാമ്പിൾ 3 phases ഉള്ളത് കൊണ്ട് അതൊക്കെ മിക്സപ്പ് ആയിട്ട് കോംപ്ലക്സ് ആയിരിക്കും. അത് അനലൈസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യും. ഇതിന്റെ ഗ്രാഫിക്കലായിട്ട് ഈസിനെസ്സിന് വേണ്ടി, അനലൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 3 ലെയറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. താഴത്തെ ലെയറിൽ സോളിഡ്സ്, പിന്നെ വാട്ടർ, പിന്നെ എയർ.
ഇങ്ങനെ ഉള്ള റെപ്രസെന്റേഷൻ നമ്മൾ എന്ത് വിളിക്കും? 3-phase ഡയഗ്രം എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ 3-phase സിസ്റ്റം ഓഫ് സോയിൽ എന്ന് പറയും. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഇറഗുലർ ആണ്, ഇറഗുലർ ആയതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് സ്പേസസ് ഉണ്ടാവും. ആ സ്പേസസിനെ നമ്മൾ എന്ത് വിളിക്കും? വോയിഡ്സ് എന്ന് വിളിക്കും. ഈ വോയിഡ്സിൽ എന്തൊക്കെ ഉണ്ടാവുക? വാട്ടറും എയറും ഉണ്ട്. ഇപ്പോൾ സോയിൽ സാമ്പിൾ എടുത്താൽ അതിൽ സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇത് മൂന്നും ഉള്ളത് കൊണ്ട് നമ്മൾ സോയിലിനെ 3-phase സിസ്റ്റം അല്ലെങ്കിൽ 3 phases ഓഫ് സോയിൽ എന്ന് വിളിക്കും. ഇനി ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഇന്റർലിങ്ക് ചെയ്ത് കോംപ്ലക്സ് സ്ട്രക്ചർ ആയതുകൊണ്ട് അനാലിസിസിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ലെയർ ബൈ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യും. ആ ഡയഗ്രത്തിന് നമ്മൾ 3-phase ഡയഗ്രം എന്ന് വിളിക്കും. ഇനി അടുത്ത് എന്തിനാണ് നമ്മൾ 3-phase സിസ്റ്റം പഠിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഒരു സ്ട്രക്ചർ ഒരു മഴക്കാലത്ത് നിന്ന് സംഭവിക്കുക, കിണർ താഴ്ന്നു പോകുന്നു, മതില് അപ്പാടെ മറിഞ്ഞു വീഴുന്നു, ഒരു ബിൽഡിംഗ് ഒരു നില മുഴുവൻ താഴോട്ട് പോകുന്നു, ലാൻഡ് സ്ലൈഡ്സ് സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താ? സോയിലിനുള്ളിൽ സോളിഡ്സ്, ഞാൻ പറഞ്ഞ സോയിൽ സോളിഡ്സ് എന്താണ്? സോളിഡ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നുവെച്ചാൽ സോയിലുള്ള പാർട്ടിക്കിൾസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സാമ്പിൾ എടുത്താൽ എന്തിനാണ് മാറ്റം വരിക? അതുപോലെ വോയിഡ്സിൽ എയറും വാട്ടറും ഉണ്ട്. ആ എയറിലും വാട്ടറിലുമാണ് മാറ്റം വരിക. അങ്ങനെ എയറിലും വാട്ടറിലും മാറ്റം വരുമ്പോൾ സോയിലിൽ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴക്കാലം എടുക്കാം. മഴക്കാലത്ത് എന്താ സംഭവിക്കുക? നമ്മളൊരു റീറ്റെയിലിംഗ് വാള് കെട്ടി. ആ റീറ്റെയിലിംഗ് വാളിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സോയിലും കുറച്ച് വെള്ളവും കുറച്ച് എയറേ ഉണ്ടാവുള്ളൂ. മാക്സിമം പ്രഷർ വരാൻ പോകുന്നത് എർത്ത് പ്രഷറാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വന്നു, വാട്ടർ കഴിഞ്ഞിട്ട് വാട്ടർ പ്രഷറും കൂടെ വന്നു കഴിയുമ്പോൾ റീറ്റെയിലിംഗ് വാളിൽ എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് അത് ഓവർടേൺ ചെയ്യും. ഇതുപോലെ വാട്ടറും എയറും സോളിഡ്സും തമ്മിലുള്ള പ്രൊപ്പോർഷൻ മാറുമ്പോൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് എൻറ്റയർലി മാറും. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ സോയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തറിയണം? സോയിൽ എന്തൊക്കെയുണ്ട്, എത്ര പ്രൊപ്പോർഷനിലുണ്ട് എന്നറിയണം. ഇപ്പോൾ 3-phase ഡയഗ്രം എന്തിനാ പഠിക്കുന്നത്? നമ്മൾ സോയിലിൽ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. സോ അത് തമ്മിൽ എത്ര പ്രൊപ്പോർഷനിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറുള്ള സോയിൽ ഉള്ള ഏരിയയിൽ ഉള്ള സോയിലിൽ എത്ര സോളിഡ്സും എയറും വാട്ടറും ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചാലേ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ സോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ 3-phase സിസ്റ്റം എന്ന് പഠിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. യു ക്യാൻ സി 3-phase സിസ്റ്റം ഓവർ ഹിയർ. 3-phase എന്ന് വിളിക്കാനുള്ള കാരണം അതിൽ സോളിഡും വാട്ടറും എയറും ഉണ്ട്. ഇങ്ങനെ സോളിഡും വാട്ടറും എയറും ഉള്ള സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യലി സാച്ചുറേറ്റഡ് സിസ്റ്റം. പാർഷ്യലി സാച്ചുറേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോളിഡ്സ്, ഏത് സോയിൽ സാമ്പിൾ എടുത്താലും സോളിഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് വോയിഡ്സ് ആണ്. സോ വോയിഡ്സിലുള്ളത് വാട്ടറും എയറും ഉണ്ടെങ്കിൽ, സോളിഡ്സിൽ കൂടാതെ വാട്ടറും എയറും വോയിഡ്സിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് വിളിക്കും. ഇനി അടുത്ത കേസ് നോക്കാം. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ വോയിഡ്സ് മുഴുവൻ വാട്ടറാണ്, വോയിഡ്സിൽ എയറേ ഇല്ല, വാട്ടർ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള സോയിൽ സാമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു സോയിൽ സാമ്പിൾ എടുത്ത് അതിൽ വോയിഡ്സിൽ എയർ ഇല്ലാതെ വാട്ടർ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ. മൂന്നാമത്തെ കേസ് നോക്കുക. ഇവിടെ വോയിഡ്സിൽ മുഴുവൻ വാട്ടർ ആയിരുന്നു. അടുത്ത കേസിൽ വോയിഡ്സിൽ വാട്ടറേ ഇല്ല, ഫുള്ള് എയർ ആണ്. വോയിഡ്സിൽ എയറും മാത്രമാണ് എങ്കിൽ, എയറും മാത്രമാണ് വോയിഡ്സിലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രൈ സോയിൽ എന്ന് വിളിക്കും. സോ ഡ്രൈ സോയിൽ വിൽ ഓൺലി ഹാവ് സോളിഡ്സ് ആൻഡ് എയർ ഇൻ വോയിഡ്സ്. സോ ഫുള്ളി സാച്ചുറേറ്റഡ് ഡ്രൈ സോയിൽ എന്നാണ് കണ്ടു. ഇനി ഇത് തമ്മിൽ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇവിടെ എയർ, വാട്ടർ, വോയിഡ്സിലുണ്ട്, പ്ലസ് സോളിഡ്. സോ 3 phases ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? 3-phase ഡയഗ്രം എന്ന് വിളിക്കുന്നു. ഫുള്ളി സാച്ചുറേറ്റഡ് ഡ്രൈ സോയിൽ നോക്കുക. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സോളിഡ്സ് ഉണ്ട്, പോരാത്തതിന് വോയിഡ്സിലെ വാട്ടർ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ എയർ. ഓൺലി സോളിഡ്സ് ആൻഡ് വാട്ടർ, ഓൺലി 2 phases. Now come to dry soil. Dry soil സോളിഡ്സ് ഉണ്ട്, വോയിഡ്സിൽ എയർ മാത്രമേ ഉള്ളൂ, വാട്ടർ ഇല്ല. സോ only 2 phases again, solids and air. So ഈ രണ്ടെണ്ണത്തിന് നമ്മൾ കമ്പൈൻ ചെയ്ത് എന്ത് വിളിക്കും?
two-phase systems എന്ന് വിളിക്കും. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തിന് two-phase ഡയഗ്രം എന്ന് വിളിക്കും. ഇതാണ് three-phase ഡയഗ്രം, two-phase. ഇനി നമ്മൾ കുറച്ച് ഡെഫിനിഷനിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ എൻ്റയർലി പോകാൻ പോകുന്നത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഡീപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് പഠിക്കാനാണ് പോകുന്നത്. സോ ആ ടേംസ് അറിയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രീ-ഫേസ് ഡയഗ്രം എന്താണെന്ന് ഒന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞു സോയിൽ കോംപ്ലക്സ് ആയതുകൊണ്ട് സോയിലിലെ 3 ഫേസസിനെ നമ്മൾ 3 ലെയറായിട്ട് അടുക്കി വെക്കുന്നു. ആ 3 ലെയറിൽ സോളിഡ്, വാട്ടർ ആൻഡ് എയർ. വാട്ടറും എയറും ഉള്ളത് വോയിഡ്സിലാണ്. സോ ഈ പാർട്ട് വോയിഡ് ആണ്, ഈ പാർട്ട് സോളിഡ്സ് ആണ്. ഇനി നമുക്ക് എന്തൊക്കെ ടേംസ് ആണുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വോളിയം ഓഫ് സോളിഡ്സ്. അതിന് മുന്നേ ഈ ത്രീ-ഫേസ് ഡയഗ്രത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂഷ്വലി നമ്മൾ വെയ്റ്റ്സ് റെപ്രസെന്റ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ യൂഷ്വലി വോളിയം റെപ്രസെന്റ് ചെയ്യും. സോ വെയ്റ്റ്, സോളിഡ്സിന്റെ വെയ്റ്റ് WS, വാട്ടറിന്റെ വെയ്റ്റ് WW, എയറിന്റെ വെയ്റ്റ് WA. എയറിന് വെയിറ്റ് ഇല്ല, സോ WA is equal to 0. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ VS എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ്സ്, VW എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ, VA എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ. ഇനി വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും കമ്പൈൻ ചെയ്തതാണ് എന്ത്? വോളിയം ഓഫ് വോയിഡ്സ്. സോ വോയിഡ്സിലുള്ളത് വാട്ടർ, എയർ ആണെന്ന് നമുക്ക് അറിയാം. സോ വാട്ടറിന്റെ വോളിയവും എയറിന്റെ വോളിയം ആഡ് ചെയ്ത് എന്ത് കിട്ടും? വോളിയം ഓഫ് വോയിഡ്സ് കിട്ടും. ഈ വോളിയം ഓഫ് വോയിഡ്സും വോളിയം ഓഫ് സോളിഡ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം കിട്ടും. അതാണ് ഇവിടെ ഞാൻ സെന്റൻസ് എഴുതിയിരിക്കുന്നത്. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് വെച്ചാൽ VS, VW എന്ന് വെച്ചാൽ വോളിയം ഓഫ് വാട്ടർ, VA വോളിയം ഓഫ് എയർ, VV is the sum of volume of water and volume of air, which is the total volume of void. അടുത്ത V എന്ന് പറഞ്ഞാൽ total volume of soil. Volume of soil എന്ന് പറഞ്ഞാൽ voids plus solids. So it is total volume of soil. Weight ലോട്ട് വന്നാൽ weight of solids, the weight of water, and air has no weight. So total weight will be weight of soil. Total weight of soil is equal to weight of solids plus weight of water. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രൈ സോയിലിന്റെ കേസ് എടുക്കുക. ഡ്രൈ സോയിലിൽ എന്താ സംഭവിക്കുന്നു? ടോട്ടൽ വോയിഡ്സിൽ എയർ മാത്രമേ ഉള്ളൂ. അത് നമുക്കറിയാം എയറിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ എന്തായിരിക്കും? ഓൺലി വെയിറ്റ് ഓഫ് സോളിഡ്. അതാണ് അവസാനം എഴുതിയിരിക്കുന്നത്. വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക WD. ഡ്രൈ സോയിൽ വാട്ടർ ഇല്ല, എയർ മാത്രമേ ഉള്ളൂ, എയറിന് വെയിറ്റ് ഇല്ല. സോ ടോട്ടൽ വെയിറ്റ് ഓഫ് സാമ്പിൾ വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ് WS. ഇനി ഈ ഡെഫിനിഷൻ വെച്ച് നമ്മൾ കുറച്ച് ടെർമിനോളജീസ് പഠിക്കാൻ പോവാം. സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്ന, സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കാൻ പോകും. അതിൽ ആദ്യത്തെ പാരാമീറ്ററാണ് വോയിഡ് റേഷ്യോ. പേരിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് വോയിഡ് റേഷ്യോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെപ്രസെന്റ് വോയിഡ്സ്. ഇവിടെ ഒരു ത്രീ-ഫേസ് സിസ്റ്റം കാണാം. ത്രീ-ഫേസ് സിസ്റ്റം സോളിഡ്, വാട്ടർ, എയർ ഉണ്ട്. സോ void ratio എന്ന് പറഞ്ഞാൽ it is a ratio of space occupied by the voids to the space occupied by the solids in a soil sample. So ഇത് soil sample, ഇതിന്റെ ടോട്ടൽ വോളിയം ഇത്. ആ ടോട്ടൽ വോളിയത്തിൽ സോയിൽ സാമ്പിളിന്റെ സോളിഡ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയവും വോയിഡ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ it is a volume of voids. In denominator you have volume of solids. So as a definition I will say it is the ratio of volume of voids in the soil to the volume of solids in the soil. So voids, solids, അത് തമ്മിലുള്ള റേഷ്യോ ആണ് void ratio. So mathematically എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? E is equal to VV by VS. VV എന്താണ്? Volume of void, which is a sum of volume of air and volume of water. And VS എന്താണ്? വോളിയം ഓഫ് സോളിഡ്സ് അലോൺ. അത് തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ വോയിഡ് റേഷ്യോ എന്ന് വിളിക്കും. ഇനി ഈ വോയിഡ് റേഷ്യോന്റെ റേഞ്ചസ് നമുക്കൊന്ന് നോക്കാം. സോ എന്താണ് വോയിഡ് റേഷ്യോ റേഞ്ച് വരെ? ഇവിടെ കാണാം വോളിയം ഓഫ് വോയിഡ്സ് കനോട്ട് ബി ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് വോളിയം ഓഫ് വോയിഡ്സ് കനോട്ട് ബി ഈക്വൽ ടു 0? നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ ഒരിക്കലും ഒരു വോയിഡും ഇല്ലാതെ സോളിഡ്സ് മാത്രമായിട്ടുള്ള ഒരു സോയിൽ സാമ്പിൾ കിട്ടത്തില്ല. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ്? സോയിലിലെ
സോളിഡ് പാർട്ടിക്കിൾസിന് ഓരോന്നിനും ഇറഗുലർ ഷേപ്പാണ്, ഓരോന്നിനും ഓരോ ഷേപ്പാണ്. അങ്ങനെ ഓരോ ഷേപ്പ് ഉള്ളത് കൊണ്ട് അത് തമ്മിൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരിക്കലും തിക്കായിട്ട് ഒരു സ്പേസ് ഇല്ലാതെ പാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് ദർ വിൽ ബി വോയിഡ്സ്. സോ വി വി കനോട്ട് ബി സീറോ. വി വി സീറോ ആവുന്നില്ലെങ്കിൽ ഇ കനോട്ട് ബി സീറോ. സോ വോയിഡ് റേഷ്യോന്റെ വാല്യൂ എപ്പോഴും സീറോയേക്കാൾ കൂടുതലായിരിക്കും. ഇനി മാക്സിമം വാല്യൂ എന്താവാം? കാരണം എന്താ, ഈ വി വിക്ക് ഏത് വാല്യൂ എടുത്തൂടെ? വി എസ് എന്ന് പറഞ്ഞാൽ സോളിഡ്സിന്റെ വോളിയം മാത്രമാണ്. സോളിഡ്സിനേക്കാൾ എത്ര വോളിയം വേണമെങ്കിലും വോയിഡ്സിനാവാം. സോയിൽ സാമ്പിളിൽ വോയിഡ് കൂടി കൂടി വരാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടി വരാം. അങ്ങനെയുള്ള കേസിൽ വി വി ക്യാൻ ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ വി എസ്. സോ ദർ ഇസ് നോ അപ്പർ ലിമിറ്റ് ഫോർ വോയിഡ് റേഷ്യോ. എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരുപാട് വോയിഡ് ഉള്ള സോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ് ടു എ ലിമിറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ. ഇതാണ് വോയിഡ് റേഷ്യോയുടെ റേഞ്ച്. ലീസ്റ്റ് വാല്യൂ സീറോയേക്കാൾ ജസ്റ്റ് മുകളിൽ, ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് എനി അപ്പർ ലിമിറ്റ് വാല്യൂസ്. ഇനി ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. നമ്മളൊരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്, ഒരു സോയിൽ സാമ്പിൾ എടുക്കുന്നു. സോയിൽ സാമ്പിളിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തതിൽ കുറച്ച് ഡെൻസ് അല്ലാതെ ലൂസ് ആയിട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ്, അതായത് കുറേ സ്പേസസ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ഇവിടെ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്ത് കുറേ സ്പേസസ് ഇല്ല. ഇതിൽ ഏതിനായിരിക്കും വോയിഡ് റേഷ്യോ കൂടുതൽ? വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്. അതിന്റെ ന്യൂമറേറ്ററിലുള്ളത് വി വി. വി വി എന്ന് വെച്ചാൽ വോളിയം ഓഫ് വോയിഡ്സ്. ഇവിടെ വോയിഡ്സ് കൂടുതലാണ്, വോളിയം ഓഫ് വോയിഡ്സ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാമ്പിൾ എടുത്താൽ അതിന്റെ സോളിഡ്സ് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. സോ വി എസ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. സോ ന്യൂമറേറ്റർ കൂടുന്നു. ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? വോയിഡ് റേഷ്യോയും കൂടും. സോ ഫോർ എ ലൂസ് സോയിൽ void ratio will always be higher. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഡെൻസ് സോയിലാണ്. ഡെൻസ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡ്സ്, പാർട്ടിക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള വോയിഡ്സ് വളരെ കുറവാണ്. സോ ഡെൻസ് സോയിലിന് void ratio will always be lower. സോ ലൂസ് സോയിലും ഡെൻസ് സോയിലും കമ്പയർ ചെയ്യുന്നു. വോയിഡ്സ് കൂടുതലുള്ളതുകൊണ്ട് വോളിയം ഓഫ് വോയിഡ്സ് കൂടുതലായിരിക്കും. സോ void ratio will be more. ഡെൻസ് സോയിൽ ആകുമ്പോൾ വോയിഡ്സ് കുറവായിരിക്കും, void ratio is less. നമ്മൾ വോയിഡ് റേഷ്യോ എന്താന്ന് കണ്ടു. ഇനി എന്തിനാണ് വോയിഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് കൂടെ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സോയിൽ സാമ്പിളാണ്. സോയിൽ സാമ്പിളിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വോയിഡ്സ് കാണാം അല്ല? സോ നമ്മളിപ്പം സോയിൽ സാമ്പിളിന്റെ മുകളിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. ആ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വോയിഡ്സ് എല്ലാം കൂടെ റീഅഡ്ജസ്റ്റഡ് ആയിട്ട് സോയിൽ ഡെൻസ് ആവും, അതായത് വോയിഡ്സ് കുറഞ്ഞ് കംപ്രസ് ആവും. അങ്ങനെ കംപ്രസ് ആയി കഴിയുമ്പോൾ ആദ്യത്തെ വോയിഡ് റേഷ്യോനേക്കാൾ കുറവ് വോയിഡ് റേഷ്യോ ആയിരിക്കും പിന്നെ ഉണ്ടാവും. ഇതും ഒരു സ്ട്രക്ചറും തമ്മിലാണ് എന്ത് ബന്ധം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സപ്പോസ് നമ്മളൊരു സോയിൽ, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഒരു സൈറ്റിൽ സോയിലാണല്ലോ. ആ സോയിലിൽ വോയിഡ്സ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന വെയിറ്റ് ഈ സോയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സോയിൽ കംപ്രസ് ആവും. അങ്ങനെ കംപ്രസ് ആയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ സെറ്റിൽമെന്റ് സംഭവിക്കും. സെറ്റിൽമെന്റ് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളൊക്കെ കാണും. ഫോർ നൗ സോയിലിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സെറ്റിൽമെന്റ് സംഭവിക്കും. ഈ സെറ്റിൽമെന്റ് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ഫെയിലർ സംഭവിക്കാം. സോ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആ സോയിലിൽ എത്രത്തോളം കംപ്രസിബിലിറ്റി ഉണ്ടെന്ന് അറിയണം. എത്രത്തോളം കംപ്രസ് ആവുമെന്ന് അറിയണമെങ്കിൽ അതിൽ എത്ര വോയിഡ്സ് ഉണ്ടെന്ന് അറിയണം. സോ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? വോയിഡ് റേഷ്യോ ഉപയോഗിക്കും. അടുത്തത്, സോയില് ലൂസ് ആകും തോറും പെർമിയബിലിറ്റി കൂടും. സോ എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സോയിലിൽ വോയിഡ്സ് ഉണ്ട്. ആ വോയിഡ്സിൽ കൂടെ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള വാട്ടറിന്റെ കഴിവിനെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കും. സോയിലിലെ വോയിഡ്സിൽ കൂടെ വാട്ടർ ഫ്ലോ നടക്കുന്ന പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയാം? പെർമിയബിലിറ്റി എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ കാണും. പക്ഷെ ഇപ്പോൾ നമ്മൾ സോയിൽ സാമ്പിളിൽ വോയിഡ് റേഷ്യോ കൂടുതലാന്ന് നോക്കാം. വോയിഡ് റേഷ്യോ കൂടുതലാന്ന് വെച്ചാൽ ലൂസ് സോയിൽ, അതായത് വോയിഡ്സ് കൂടുതലാകും. വോയിഡ്സ് കൂടുതലാകുമ്പോൾ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. വോയിഡ്സ് കുറവാകുമ്പോൾ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? ഇപ്പം നേരത്തെ കുറച്ച് മുന്നേ നമ്മൾ റീറ്റെയിനിങ് വാളിന്റെ കേസ് പറഞ്ഞു. കൂടുതൽ വാട്ടർ വന്നാൽ എന്ത് സംഭവിക്കും? വാട്ടർ പ്രഷർ കൂടും. സോ മോർ പെർമിയബിൾ ആയിട്ടുള്ള സോയിലിൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം വരും.
വാട്ടർ പ്രഷർ കൂടും, സ്റ്റെബിലിറ്റി പോവാം, ഓവർടേണിങ് സംഭവിക്കാം. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വാട്ടർ സോയിലിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കും. സോ യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലെസ് പെർമിയബിൾ ആയിട്ടുള്ള സോയിലാണ്. സോ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് മുൻപ് ആ സോയിലിൽ പെർമിയബിലിറ്റി അറിയണം. പെർമിയബിലിറ്റി അറിയണമെങ്കിൽ അതിലെത്ര വോയിഡ്സ് ഉണ്ടെന്ന് അറിയണം. സോ വോയിഡ് റേഷ്യോ അറിഞ്ഞെങ്കിൽ മാത്രമേ അത്തരത്തിൽ പെർമിയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പർപ്പസ് ഓഫ് വോയിഡ് റേഷ്യോ ഇൻ എ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് വോയിഡ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് രണ്ടാമത്തെ പാരാമീറ്റർ പോറോസിറ്റി. വോയിഡ് റേഷ്യോ എന്തിനായിരുന്നു ഡെസിഗ്നേറ്റ് ചെയ്തിരുന്നു? വോയിഡ്സ് എത്രയുണ്ടെന്ന് അളക്കാൻ. അതുപോലെ പോറോസിറ്റിയും വോയിഡ്സ് എത്രയുണ്ടെന്ന് തന്നെയാണ് അളക്കുന്നത്. ഇവിടെ ഡിഫറെന്റ് സ്കെയിൽ. നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 ഫേസ് ഡയഗ്രം കാണാം. എയർ, വാട്ടർ, സോളിഡ്സ് ഉണ്ട്. എയറും വാട്ടറും കൂടെ വോയിഡ്സ് ഉണ്ടാക്കുന്നു. സോ റേഷ്യോയിലോട്ട് വന്നാൽ പോറോസിറ്റി റെപ്രസെന്റ് ചെയ്യുക N എന്നാണ്. N is equal to volume of voids to the total volume of the soil sample. നേരത്തെ വോയിഡ് റേഷ്യോ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോളിഡ്സ്. സോളിഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് voids to the total volume of soil sample represented as a percentage into 100. So if you come to the definition, porosity is defined as the ratio of volume of voids in the soil to the total volume of the soil expressed as a percentage. ഇതിന്റെ mathematical expression നോക്കാം. N is equal to VV by V into 100. So VV എന്താ? Volume of voids. Volume of voids എന്ന് പറഞ്ഞാൽ sum of volume of air and water. നേരത്തെ കണ്ടു. So total volume V, it is not Vs, it is V. Total volume of the sample into 100 gives you porosity of the soil. ഇനി porosity-ന്റെ range. So 0 less than L less than 100 എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? നേരത്തെ വോയിഡ് റേഷ്യോന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞ? നാച്ചുറൽ ഒരു സോയിൽ സാമ്പിളിലും വോയിഡ്സ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു സോയിൽ സാമ്പിളും വോയിഡ്സ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്. ആ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുമ്പോൾ സ്പേസസ് ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് വോയിഡ്സ് ഉണ്ടാവും. സോ വി വി നെവർ ക്യാൻ ബി 0. വി വി 0 മാത്രമേ പോറോസിറ്റി 0 ആവുള്ളൂ. സോ വി വി is never 0. So porosity is never 0. So it cannot be less than 0. We know. Now, what is the maximum value? I have given here it is as 100. So എപ്പോഴാണ്, എന്തുകൊണ്ടാണ് it is less than 100 എന്ന് കൊടുത്തിരിക്കുന്നത് നോക്കണം. സോ റേഷ്യോ എന്താ? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. ഏതെങ്കിലും കേസിൽ സോയിലിന്റെ സാമ്പിളിലുള്ള ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിനേക്കാൾ കുറവ് വരും? ഇല്ല. കാരണം എന്താ? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ സോളിഡ്സും വോയിഡ്സും കൂടെയുള്ള വോളിയാണ്. ടോട്ടൽ വോളിയം വോയിഡ്സിനേക്കാൾ കുറവ് വരണമെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഷുഡ് നോട്ട് ബി എനി സോളിഡ്സ് ഇൻ ഇറ്റ്. സോളിഡ്സ് ഇല്ലാത്ത സോയിൽ സാമ്പിളിൽ നമ്മൾ സോയിൽ എന്ന് വിളിക്കില്ലല്ലോ. സോ സോളിഡ്സ് ഉണ്ടെങ്കിൽ, അതായത് സോയിൽ സാമ്പിൾ ആണെങ്കിൽ, ഓൾവേസ് വോളിയം ഓഫ് ദ സോയിൽ സാമ്പിൾ വിൽ ബി ലെസ് ദാൻ വോളിയം ഓഫ് വോയിഡ്സ്. സോ ന്യൂമറേറ്റർ കുറവാണ്, ഡിനോമിനേറ്റർ കൂടുതലാണ്. വാല്യൂ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 1. So 1 into 100 always less than 100. So porosity ranges between 0 and 100, excluding both the values. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും എന്തിനാണ് ഉപയോഗിക്കുന്നത്? എത്ര വോയിഡ്സ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ് വോയിഡ്സിനെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. വോയിഡ് റേഷ്യോ ഈസ് ഓൾവേസ് പ്രിഫേർഡ് ഓവർ പോറോസിറ്റി. എന്തുകൊണ്ട് വോയിഡ് റേഷ്യോ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്താൽ ആ സോയിൽ സാമ്പിളിന്റെ വോളിയത്തിന്റെ ചേഞ്ച് വിൽ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ വോളിയം ഓഫ് വോയിഡ്സ്. ഇവിടെ നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിലുള്ള സോളിഡ് പാർട്ടിക്കിൾസിന് മാറ്റമൊന്നും വരുന്നില്ല. മാറ്റം വരാൻ സാധ്യതയുള്ള എന്തിനാ? വോയിഡ്സിന്റെ വോളിയത്തിൽ. വാട്ടർ കൂടാം, വാട്ടർ കുറയാം, എയർ കൂടാം, എയർ കുറയാം. സോ ഓൾവേസ് ഒരു സോയിൽ സാമ്പിളിന്റെ വോളിയം വിൽ ഓൺലി depends on changes in the volume of voids, but volume of solids is always a constant. ഇത് നമ്മൾ നേരിട്ട് കണ്ട രണ്ട് ഡെഫിനിഷൻസ്, പോറോസിറ്റിയുടെയും വോയിഡ് റേഷ്യോയുടെയും. ഇവിടെ കാണാം പോറോസിറ്റി, വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം.
So volume of voids change ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യും. സോളിഡ്സ് മാറുന്നില്ല, പക്ഷെ വോയിഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ വോളിയം ചേഞ്ചസ്. സോ വിയും എന്താണ്? വേരിയബിൾ വാല്യൂസ് ആണ്. സോ പോറോസിറ്റി എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ്. രണ്ടാമത്തത് വോയിഡ് റേഷ്യോ നോക്കുക. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് വോയിഡ്സ് നേരത്തെ പറഞ്ഞു വേരിയബിൾ ആണ്, മാറും. പക്ഷെ വോളിയം ഓഫ് സോളിഡ്സ് കോൺസ്റ്റന്റ് ആണ്. സോ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ, അക്യുറേറ്റ് ഇൻ ദ സെൻസ് നമ്മൾ രണ്ട് വേരിയബിൾ വെച്ചാലുള്ള കുഴപ്പം എന്താ? രണ്ട് ചേഞ്ച് ആവുന്നത് കൊണ്ട് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബിഹേവിയർ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാല്യൂ ആയിരിക്കും പോറോസിറ്റി കിട്ടുക. പക്ഷെ ഇവിടെ ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് വോയിഡ് റേഷ്യോ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് why we prefer porosity over void ratio. Void ratio over porosity. Next, degree of saturation. നമ്മളിപ്പം എത്ര വോയിഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഈ വോയിഡ്സിൽ എന്താ ഉള്ളത്? വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇനി അത് എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്ത രണ്ട് ടേംസ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു 3 ക്ലാസിഫിക്കേഷനിലോട്ട് ഒന്നുകൂടെ പോവാം. ഒന്നാമത്തത് ഡ്രൈ സോയിൽ. ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡ്സിൽ വാട്ടറേ ഇല്ല, എയർ മാത്രമാണെങ്കിൽ ആ സോയിലിനെ ഡ്രൈ സോയിൽ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡ്സ് മുഴുവൻ വാട്ടർ ആണെങ്കിൽ അതിനെ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് വിളിക്കും, എയർ ഇല്ല, സോ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് സോയിൽ. പിന്നെ വാട്ടറും എയറും ഉണ്ടെങ്കിൽ അതിനെ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയും. സോ ഡ്രൈ സോയിൽ നമുക്കറിയാം, അതിൽ വെള്ളമില്ല, വാട്ടർ കണ്ടന്റ് ഈസ് 0. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ വോയിഡ്സ് മുഴുവൻ വെള്ളമാണ്, സോ 100% അതിൽ വെള്ളമായിരിക്കും. സോ പാർഷ്യലി സാച്ചുറേറ്റഡിന്റെ കേസ് വന്നാൽ വാട്ടറിന്റെ അളവും എയറിന്റെ അളവും ഏറിയും കുറഞ്ഞിരിക്കും. നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത് ഇത്ര വെള്ളമാണ്. സോ അത് ഡെസിഗ്നേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉപയോഗിക്കുക. ഇവിടെ കാണാം 3 സോയിൽ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3നും പല വാട്ടർ ക്വാണ്ടിറ്റിയാണ്. സോ സെയിം സാമ്പിളിൽ പല സമയത്ത് പല വാട്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഉണ്ടാവാം, വേനൽക്കാലം ആകുമ്പോൾ എന്ത് ചെയ്യാം? വെള്ളത്തിന്റെ അളവ് കുറയാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കുവാൻ ഒരു പാരാമീറ്റർ വേണം. ആ പാരാമീറ്ററിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയാം. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നേരത്തെ പോലെ ഫേസ് ഡയഗ്രം എടുത്തു. So what is degree of saturation? It is the ratio of volume of water to the total volume of voids. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? എന്തിനാ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉപയോഗിക്കുന്നു? വോയിഡ്സിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് voids. ഇത് യൂഷ്വലി നമ്മൾ ഡെസിമൽ ആയിട്ടും റെപ്രസെന്റ് ചെയ്യും, നമ്മൾ ഒരു പെർസെൻറ്റേജ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യും. സോ we can rewrite the equation as volume of water divided by volume of voids into 100. Definition of vannal, it is the ratio of volume of water in the voids to the total volume of the voids expressed as a percentage. Mathematical formula S is equal to VW by VV into 100. Phase diagram നിങ്ങൾക്ക് അറിയാം, ഈ വാല്യൂസ് ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നേരത്തെ കണ്ടതുപോലെ ഇതിന്റെ റേഞ്ച് നോക്കാം. നമ്മൾ ആദ്യം കണ്ടു ഡ്രൈ സോയിൽ. ഡ്രൈ സോയിൽ ആണെങ്കിൽ വാട്ടർ ഇല്ല means volume of water is 0, therefore degree of saturation is 0. If fully saturated soil ആണെങ്കിൽ VW is equal to VV. Total voids എന്താണ്? വാട്ടർ ആണ്. So volume of voids will be equal to volume of water. So VW by VV is equal to 1 into 100 is 100. So degree of saturation changes to 100. So what is the minimum value of degree of saturation? 0. Maximum value of 100 including both these values. ഇതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇപ്പൊ നമ്മൾ എന്തിനാ കണ്ട? വോയിഡ്സിൽ എത്ര വാട്ടർ ഉണ്ടെന്നും ഇനി വോയിഡ്സിൽ എത്ര എയർ ഉണ്ടെന്നും കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് എയർ കണ്ടന്റ്. ഡെഫിനിഷൻ ഓൾമോസ്റ്റ് സിമിലർ ടു വാട്ട് വി ഹാവ് സീൻ ഇൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് എയർ ഈസ് ഫില്ലിംഗ് ഇൻ ദ വോയിഡ്സ്. സോ 3 ഫേസ് ഡയഗ്രം എടുത്തു, ഇക്വേഷൻ നോക്കാം. AC എന്നാണ് റെപ്രസെന്റ് ചെയ്യുക എയർ കണ്ടന്റ്. So air content is equal to volume of air by volume of voids. നേരത്തെ എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വോളിയം ഓഫ് voids ആയിരുന്നു. ഇവിടെ എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ
ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ്. ഇതും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പോലെ പെർസെൻറ്റേജ് ആയിട്ടും ഡെസിമൽ ആയിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ഇൻറ്റു 100. മാത്തമാറ്റിക്കലി AC is equal to VA by VE, V volume of air by volume of void. ഇനി ഇവിടെ നോക്കുക, ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, S plus AC equal to 1 എന്ന് വെച്ചാൽ എന്താ? ഒരു സോയിൽ സാമ്പിൾ എടുത്ത് അതിന്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും ആഡ് ചെയ്താൽ അത് യൂണിറ്റി ആയിരിക്കും. ഇത് ഡെസിമൽ ഫോമിലാണ് രണ്ട് വാല്യൂ എടുക്കുന്നത്. കാരണം പറയാം, നമ്മൾ എന്താ പറഞ്ഞത്? വോയിഡ്സിൽ എയറും ഉണ്ടാവും വാട്ടറും ഉണ്ടാവും. വോയിഡ്സിലുള്ള വാട്ടറിന്റെ എമൗണ്ട് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ്സിലുള്ള എയറിന്റെ എമൗണ്ട് ആണ് എന്ത്? എയർ കണ്ടന്റ്. സോ രണ്ടും ആഡ് ചെയ്താൽ ultimately it will be the total volume of the voids. So we get S plus AC equal to 1 if we represent it as a decimal form. ഇനി അത് പെർസെൻറ്റേജ് ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? S plus AC will be equal to 100. സോ ഇതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും തമ്മിലുള്ള റിലേഷൻ. നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ ആണ്. ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം. എയർ കണ്ടന്റ് മീൻസ് ഇസ് ദ വോളിയം ഓഫ് എയർ ഇൻ ദ വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ വോയിഡ്സ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. ഇനി എയർ കണ്ടന്റ് പോലെ തന്നെ എയറിനെ, അതായത് സോയിൽ സാമ്പിളിലുള്ള എയറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി ഉപയോഗിക്കും. അതിന്റെ പേരാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. ഒരു 3 ഫേസ് ഡയഗ്രം നിങ്ങൾക്ക് കാണാം. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ഈസ് റെപ്രസെന്റഡ് ആസ് N. അതായത് എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആണെങ്കിൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ സാമ്പിൾ ആവും. ഇറ്റ്സ് നോട്ട് വോളിയം ഓഫ് വോയിഡ്സ്, ഇറ്റ് total volume of sample. So mathematically represent ചെയ്താൽ NC is equal to volume of air VA divided by total volume V into 100. So definition, it is a ratio of volume of air in the void to the total volume of soil expressed as a percentage. So confusion ഉണ്ടാവാം, എന്താണ് എയർ കണ്ടന്റ്, എന്താണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. സോ ഒന്നുകൂടെ, എയർ കണ്ടന്റ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് എയർ ടു total volume of voids alone. Percentage air voids എന്ന് പറഞ്ഞാൽ volume of air divided by total volume of the sample. So ഒന്നിലെ voids മാത്രമേ എടുക്കുന്നുള്ളൂ, രണ്ടാമത്തത് ടോട്ടൽ സാമ്പിൾസിനാണ് എടുക്കുന്നത്. രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സോയിലിലെ വോയിഡ്സിലുള്ള എയർ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഇനി ഇതുവരെ കണ്ടതെല്ലാം വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വോയിഡ് റേഷ്യോ ആയാലും പോറോസിറ്റി ആയാലും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് ഡയഗ്രത്തിന്റെ ഒരു സൈഡിൽ വോളിയം ഒരു സൈഡിൽ വെയിറ്റും ആണ്. വെയിറ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ റിലേഷൻസ് കാണാം. അതിലൊന്നാമത്തത് വാട്ടർ കണ്ടന്റ്. ഇപ്പൊ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോയിഡ്സിൽ എത്ര അളവ് വാട്ടർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വാട്ടർ കണ്ടന്റിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോളിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സോയിൽ സാമ്പിളിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് എന്നാണ്. അതിന്റെ ഇക്വേഷൻ വെയിറ്റിനെ ബേസ് ചെയ്താണ്. സോ വാട്ടർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? WW ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്, WS. WW by WS into 100. So definition is, it is a ratio of weight of water in the soil to the weight of solids in the soil. So water to solids ആണ് water content. Mathematically we represent WW by WS into 100. WW എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിന്റെ വെയിറ്റ്. WS എന്ന് വെച്ചാൽ സോളിഡ്സിന്റെ വെയിറ്റ്. സോളിഡ്സിന്റെ വെയിറ്റ് ഇൻ അതർ വേർഡ്സ് നേരത്തെ പറഞ്ഞു നമ്മൾ. സോ വാട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ ഇത് ഡ്രൈ സോയിൽ ആണ്. സോ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് എടുത്താൽ WS കിട്ടും. സോ വാട്ടർ കണ്ടന്റ് ഈസ് വെയിറ്റ് ഓഫ് സോയിൽ, സോറി വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ ഇൻടു 100. ഇനി അതിന്റെ റേഞ്ച് ഏറ്റവും കുറവ് വാല്യൂ എത്രയാ വരാൻ സാധ്യത? ഡ്രൈ സോയിൽ ആണെങ്കിൽ വെള്ളമില്ല. വെള്ളമില്ല മീൻസ് WW is equal to 0. So water content minimum is 0, which is for dry soil. ഇനി വാട്ടർ കണ്ടന്റ് കൂടാം, വെയിറ്റ് കൂടാം. വെയിറ്റ് WS-നേക്കാൾ കൂടുതലാവാം അല്ലെ? സോളിഡ്സിനേക്കാൾ കൂടുതൽ വെള്ളം സോയിൽ സാമ്പിളിൽ ഉണ്ടാകും. സോ WW by WS can be greater than 1. സോ 0യേക്കാൾ വലിയ ഏത് വാല്യൂവും വാട്ടർ കണ്ടന്റ് എടുക്കാം. സോ ദിസ് ഈസ് വാട്ടർ കണ്ടന്റ്. അടുത്തത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നമ്മൾ എഞ്ചിനീയറിംഗിൽ ഏതൊരു മെറ്റീരിയലിന്റെയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ് റെപ്രസെന്റ് ചെയ്യുക യൂണിറ്റ് വെയിറ്റ് വെച്ചാൽ അല്ലെങ്കിൽ ഡെൻസിറ്റി വെച്ചാൽ.
ഡെൻസിറ്റി യൂണിറ്റ് വെയിറ്റ് തമ്മിൽ എന്താ വ്യത്യാസം? യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെയിറ്റ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാസ്. ഞാൻ ഇന്ന് എൻ്റെ ഡിസ്കഷനിൽ മുഴുവൻ വെയിറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുക. മേ ബി എക്സാമിന് ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ മാസ് ഓൾസോ. സോ ഞാൻ ഇവിടുന്ന് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഡെൻസിറ്റി എന്ന് കൂടെ കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സോ ഐ വിൽ ബി ഓൺലി ഡീലിംഗ് വിത്ത് വെയിറ്റ്. ഇഫ് വെയിറ്റ് ഈസ് കൺവേർട്ടഡ് ടു മാസ്, യൂണിറ്റ് വെയിറ്റ് വിൽ ബി ഡീലിംഗ് ആസ് ഡെൻസിറ്റി. സോ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? യൂണിറ്റ് വെയിറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ബൈ വോളിയം. സോ ഒരു ക്യൂബിക് മീറ്ററിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്യൂബിൽ എത്രത്തോളം വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള മെഷറാണ് യൂണിറ്റ് വെയിറ്റ് അല്ലെ. നമ്മൾ ഒരുപാട് FM-ലും ഹൈഡ്രോളിക്സിലും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. സോ ഗാമ ഈസ് ഈക്വൽ ടു W/V. അതിന്റെ SI യൂണിറ്റ് കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് ആണെന്ന് നമുക്കറിയാം. MKS യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് അറിയാം. CGS യൂണിറ്റ് ഗ്രാം പെർ CC ആണെന്നും അറിയാം. സോ ഇൻ ജനറൽ what is unit weight? It is nothing but the ratio of weight to volume. പക്ഷെ നമ്മൾ സോയിലോട്ട് വരാം. സോയിലിൽ ഈ വെയിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും? ഇല്ല. നേരത്തെ പറഞ്ഞു ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ വോയിഡ്സ്. സോ മഴക്കാലമാണെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടാകും, ഒരു ഇവാപറേഷൻ സംഭവിക്കുമ്പോൾ വെള്ളം ലോസ് ചെയ്യാം. സോ ഓരോ സമയത്ത് ഓരോ വെയിറ്റ് ആയിരിക്കും സോയിലിൽ ഉണ്ടാവുക. നമുക്കൊരു യൂണിറ്റ് വെയിറ്റ് പ്രൊഡിക്റ്റ് ചെയ്യില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബിഹേവിയറോട് കൺസിഡർ ചെയ്ത് യൂണിറ്റ് വെയിറ്റിനെ ക്ലാസിഫൈ ചെയ്യാനുണ്ട്. സോ സോയിലോട്ട് വരുമ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റിനെ ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിലൊന്നാമത്തത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ ഡെഫിനിഷൻ തന്നെ, എന്ന് വെച്ചാൽ സിംപ്ലി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ബൈ വോളിയം. പക്ഷെ ഏത് സോയിലിന്റെ വെയിറ്റ്, ഏത് വോളിയം? സോ ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സോയിൽ സാമ്പിളിനെ കുറിച്ച് മാത്രം. നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് സോയിൽ സാമ്പിൾ എടുത്താൽ ആ സോയിൽ സാമ്പിൾ അതേപോലെ എടുക്കുന്ന വെയിറ്റ് ടു വോളിയം ആണെങ്കിൽ അതാണ് ബൾക്ക് ഡെൻസിറ്റി. അതേപോലെ എടുക്കാന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ വാട്ടർ കണ്ടന്റിനോടുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ബൈ വോളിയം ആണ് എടുക്കുന്നതെങ്കിൽ ആ യൂണിറ്റ് വെയിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. സോ സോയിലിന്റെ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള യൂണിറ്റ് വെയിറ്റ് ആണ് bulk unit weight. It is a unit weight for the sample with its natural moisture content. So bulk unit weight കണ്ടു. ഇനി അടുത്തത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. സോ നമ്മൾ സാമ്പിൾ എടുത്തു, ആ സാമ്പിളിന് നാച്ചുറൽ ആയിട്ടുള്ള വെയിറ്റ് എടുത്തു, അത് വെച്ച് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സാമ്പിളിനെ ചൂടാക്കുന്നു. ചൂടാക്കുമ്പോൾ എന്താ സാധാരണ സംഭവിക്കുക? അതിലെ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ വോയിഡ്സിന് മുഴുവൻ വാട്ടർ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡ്രൈ സോയിൽ ആവും. അങ്ങനെ ഡ്രൈ സോയിലിന്റെ എടുത്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന യൂണിറ്റ് വെയിറ്റിനാണ് നമ്മൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം. സോ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് എന്തായിരിക്കും? WS. നമ്മൾ നേരത്തെ കണ്ടു, ഡ്രൈ സോയിലിൽ വാട്ടർ ഇല്ല, എയർ മാത്രമേ ഉള്ളൂ. സോ എയറിന് വെയിറ്റ് ഇല്ല. സോ വാട്ട് എവർ ബി ദ വെയിറ്റ് വി ആർ മെഷറിംഗ്, ദാറ്റ് വെയിറ്റ് വിൽ ബി ദ വെയിറ്റ് ഓഫ് സോളിഡ്സ്. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫുള്ളി ഡ്രൈ സോയിൽ മീൻസ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു ദ വോളിയം ഓഫ് ദ സാമ്പിൾ. സോ നേരത്തെ ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ഏത് കണ്ടീഷനാണല്ലോ ഉള്ളത് ആ കണ്ടീഷനിൽ എടുക്കുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ സാമ്പിളിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പോകുന്നു, എയർ മാത്രമാകുന്നു, ആ അവസ്ഥയിൽ എടുക്കുന്ന വെയിറ്റ് ബൈ വോളിയം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. സോ ഡ്രൈ സോയിലിനെ കുറിച്ച് പറഞ്ഞു. ഡ്രൈ സോയിലിൽ എന്താ സംഭവിക്കുന്നത്? വാട്ടർ ഇല്ല. അതുപോലെ എയർ ഇല്ലാത്ത സോയിലാണ് നമ്മൾ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് സാമ്പിൾ എടുത്ത് അത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിളിന്റെ യൂണിറ്റ് വെയിറ്റ് എടുത്താൽ ആ യൂണിറ്റ് വെയിറ്റിനാണ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം. റെപ്രസെന്റേഷൻ ഗാമ സാറ്റ്. ഇനി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വെയിറ്റ് ആണ് WSAT. WSAT എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സോയിലിൽ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വെയിറ്റ് ആണ് WSAT. ആ WSAT വെച്ചിട്ട് നമ്മൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കും. ഇക്വേഷൻ ഈസ് ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു WSAT ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഒരു ഡെഫിനിഷനായി പറഞ്ഞാൽ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ ടു ദ വോളിയം ഓഫ് ദ സാമ്പിൾ. അടുത്തത് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. സബ്മർജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ടെംബ്ലർ എടുത്തു, ആ ടെംബ്ലറിൽ മുഴുവൻ വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അകത്തേക്ക് ഒരു സോയിൽ സാമ്പിൾ, ഒരു സോയിൽ
ഒരു ബ്ലോക്ക് പോലെ ആക്കിയിട്ട് ആ സോയിൽ സാമ്പിൾ വെള്ളത്തിൽ മുക്കാന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് വാട്ടർ പുറത്തോട്ട് പോകും. നിങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ലിക്വിഡിൽ, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ ഏതെങ്കിലും ഒരു വെയിറ്റ് ഇമ്മേഴ്സ് ചെയ്താൽ, ഇമ്മേഴ്സ് ചെയ്യുന്നത് എന്തോരമാണോ, ഇപ്പം സോയിൽ ആണെങ്കിൽ നമ്മൾ സോയിൽ എത്ര വെയിറ്റ് ചെയ്യുന്നു അത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പുറത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലേ? അതുപോലെ ഇവിടെ നമ്മൾ സോയിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യും. സോ വാട്ടർ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സോയിലിന് കൊടുക്കുന്ന ഫോഴ്സ്, എന്നുവെച്ചാൽ സോയിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ സോയിലിന്റെ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ബോയൻ ഫോഴ്സ് എന്ന് പറയാം. ബോയൻ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ എത്ര വെയിറ്റ് ഇമ്മേഴ്സ് ചെയ്തോ ആ ഇമ്മേഴ്സ് ചെയ്ത വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ പോയി, ആ വാട്ടറിന്റെ വെയിറ്റ് ആണ് ആക്ച്വലി ബോയൻ ഫോഴ്സ് എന്ന് പറയാം. ആ വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മൾ എത്ര സോയിൽ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു അത്രയാണ് ഡിസ്പ്ലേസ് ചെയ്യാം. അതിന്റെ വെയിറ്റ് ആണ് ബോയൻ ഫോഴ്സ്. സോ സോയിൽ സാമ്പിൾ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ ബോയൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, അതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. സോ ശരിക്കും എന്താ സംഭവിക്കുക? നേരത്തെ ഉള്ള വെയിറ്റിനേക്കാൾ റിഡക്ഷൻ സംഭവിക്കും. ആ നെറ്റ് വെയിറ്റിനാണ് നമ്മൾ സബ്മേർജ്ഡ് വെയിറ്റ് എന്ന് പറയാം. നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിലിന്റെ ആക്ച്വൽ വെയിറ്റ് വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ അതിന് ബോയൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ ആക്ച്വലി ആക്ട് ചെയ്യുന്ന വെയിറ്റിൽ കുറവുണ്ടാകും. ആ വെയിറ്റിനാണ് നെറ്റ് വെയിറ്റ് എന്ന് പറയാം. ഈ നെറ്റ് വെയിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന യൂണിറ്റ് വെയിറ്റ് ആണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം. ഇത് എന്തിനായിരിക്കും ഉപയോഗിക്കുക? നമ്മൾ വെള്ളം കൺസിഡർ ചെയ്യുമ്പോൾ വാട്ടർ ടേബിൾ എന്ന് പറയും. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കിണറ്റിലൊക്കെ ഉള്ള വെള്ളത്തിന്റെ ലെവൽ അതെന്താ? ഭൂമിയുടെ അടിയിൽ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലാണ്. സോ അതിന്റെ താഴെയുള്ള സോയിൽ ശരിക്കും എന്താണ്? സബ്മേർജ്ഡ് സോയിലാണ്. അപ്പൊ അങ്ങനത്തെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണമെങ്കിൽ നമ്മൾ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. സോ ഇക്വേഷനായി പറഞ്ഞാൽ ഗാമ ഡാഷ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സബ്മേർജ്ഡ് സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇക്വേഷൻസിലും നമ്മൾ ഉപയോഗിച്ചത് എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞ എല്ലാ ഇക്വേഷൻസിലും നമ്മൾ ഉപയോഗിച്ചത് ടോട്ടൽ വോളിയം ആയിരുന്നു അല്ലെ? W/V. സാച്ചുറേറ്റഡ് ആയിക്കോട്ടെ, സബ്മേർജ്ഡ് ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, ഓൾ വെയിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ആ വോളിയം അല്ലാതെ ടോട്ടൽ വോളിയം ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ യൂണിറ്റ് വെയിറ്റ് ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയാം. സോ ഗാമ എസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോളിഡ്സ്. ഇതാണ് 5 ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് വെയിറ്റ്. ഒന്നാമത്തത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് വേ ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത് ആ സോയിലിനെ ഡ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് വെയിറ്റ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഇത് സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്, സബ്മേർജ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ടോട്ടൽ വോളിയം, if you are taking volume of solids, it is called unit weight of solids. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് ഡെഫിനിഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യുക? This is a ratio of unit weight of a substance to the unit weight of a standard substance. So usually നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താ? വാട്ടർ ആണ്. ആക്ച്വലി ഒരു കമ്പാരിസൺ ആണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയലും ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു കമ്പാരിസൺ ഇൻ ബിറ്റ്വീൻ പോസിബിൾ അല്ല. സോ യൂഷ്വലി നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുക? ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വെക്കും, ആ സ്റ്റാൻഡേർഡുമായിട്ടാണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ്. ഐദർ ഇറ്റ് ക്യാൻ ബി വാട്ടർ ഓർ എയർ. ഇവിടെ നമ്മൾ സോയിലിൽ വാട്ടർ ഉപയോഗിക്കുന്നു. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ടു ദി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ജനറൽ. ഇനി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു കമ്പയർ ചെയ്യാനാണ്. സോ ഈ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 1. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണെങ്കിൽ വാട്ടറിനേക്കാൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞതെല്ലാം വാട്ടറിനേക്കാൾ ലൈറ്റർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. വാട്ടറിനേക്കാൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ളതെല്ലാം വാട്ടറിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോ ഗ്രേറ്റർ ദാൻ 1 ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഹെവിയർ ദാൻ വാട്ടർ. ലെസ് ദാൻ 1 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈറ്റർ ദാൻ വാട്ടർ. സോയിലോട്ട് വന്നാൽ 2 ടൈപ്പ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഒന്നാമത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ്, or it is also known as absolute specific gravity represented by G or GS. So first one is specific gravity of solids. രണ്ടാമത്തത് mass specific gravity or bulk specific gravity or true specific gravity. Mass, bulk or true specific gravity represented by GM. ഇനി ഓരോന്നും നോക്കാം. So specific gravity of solids എന്ന് പറഞ്ഞാൽ it is a ratio of unit weight of solids to unit weight of water. Denominator നമുക്ക് സംശയമൊന്നുമില്ല. It's always
referred to a standard substance. ഇവിടെ water ആണ്. So waterന്റെ യൂണിറ്റ് വെയിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. So G is equal to gamma S by gamma W. Gamma S എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു. Unit weight of solids. So unit weight of solids by unit weight of water ആണ് G. നമ്മൾ സാധാരണ നാച്ചുറൽ ഏത് സോയിൽ സാമ്പിൾ എടുത്താലും അതിന്റെ G always will be ranging between 2.65 to 2.8. So ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ റേഞ്ച് 2.65 to 2.8. അടുത്തത് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. പേര് പറയുന്ന പോലെ ഇറ്റ് ഈസ് മാസ് എന്ന് വെച്ചാൽ ടോട്ടൽ കണ്ടു മാസ് ബൾക്ക് അല്ലെങ്കിൽ ട്രൂ. ആക്ച്വൽ കേസിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്താ ഗാമ വെയിറ്റ് ബൈ വോളിയം. അതിന്റെ കണ്ടീഷനിലുള്ള യൂണിറ്റ് വെയിറ്റ് അതാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലേ. സോ ബൾക്ക് യൂണിറ്റ് വെയിറ്റുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ആക്ച്വലി മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. സോ GM ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ടു ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കുറെ കോമൺ ഡെഫിനിഷൻസ് ആണ്. ഇനി ഈ ഡെഫിനിഷൻസ് വെച്ച് കുറച്ച് റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പഠിക്കും. അത് വെച്ചിട്ട് സൊല്യൂഷൻസ് അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യും. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ അടുത്ത പോർഷൻ. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.